അതായത് ഇന്നത്തെ ഗ്ലോബൽ പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടായതിൻ്റെ പേരിൽ പല രാജ്യങ്ങളും ആൾക്കാരെ റിജക്റ്റ് ചെയ്യുകയാണ്. അതായത് ജോലി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. രണ്ടാമത്തെ പ്രധാന പ്രശ്നം AI വരാൻ പോകുന്ന സമയത്ത് ഞാൻ പലയിടത്തും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ബ്ലഡ് ബാത്ത് ആണ്. അതായത് തൊഴിലെന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മാൻ പവർ അവരുടെ ഒന്നും ആവശ്യമില്ലാതായി. ഇപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ത്യയിലോട്ട് ഈ ആൾക്കാർ പോകാൻ സാധ്യതയില്ല. അതായത് കാനഡയിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാൻ സാധ്യതയില്ലാതെ വരുമ്പോൾ ഇപ്പം ഇവർ ഇന്ത്യയിലോട്ട് കൂട്ടമായിട്ട് വരും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അതായത് പോസിബിളായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ വരുന്നില്ല. ഇങ്ങനെ ഓപ്ഷൻ വരാതിരിക്കുമ്പോൾ ശരിക്കും ഇന്ത്യയിൽ ക്രൈസിസ്. ഒരു കാര്യം ഉദാഹരണം പറയാം. കഴിഞ്ഞിടയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞൊരു ഡിമാൻഡായിരുന്നു, അതായത് റഷ്യയിൽ ഇന്ത്യക്കാരെ തൊഴിലിനായിട്ട് കൊണ്ടുപോകണം. അയാൾ സമ്മതിക്കുകയും ചെയ്തു. റഷ്യ എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് എക്കോണമി അല്ല. വാർ നടത്തി ഏകദേശം കൊല്ലപ്പെടുകയും ഇഞ്ചുവേർഡ് ആയത് ഏകദേശം 4 ലക്ഷത്തോളം റഷ്യൻ പട്ടാളക്കാർ. അവിടെ വേക്കൻസി ഉള്ളത് ഒറ്റ ജോലിക്ക് മാത്രമേ ഉള്ളൂ. അവിടെ പട്ടാളത്തിൽ ആളിനെ കിട്ടുന്നില്ല. ചിലപ്പോൾ പോസിബിലിറ്റി ഉണ്ട് ഇന്ത്യ എന്നുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ട് അവിടുത്തെ പട്ടാളത്തിൽ ജോയിൻ ചെയ്യിപ്പിച്ചേക്കും. പോസിബിലിറ്റിയാണ്, തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ആൾക്കാരവിടെ ജോയിൻ ചെയ്യാൻ തയ്യാറല്ല. അതായത് പുതിയ ലോകത്ത് പട്ടാളക്കാരെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ടാണ്. അതാണ് പുതിയ ഗ്ലോബൽ ട്രെൻഡ് എന്ന് പറയുന്നത്. പട്ടാളത്തിൽ ജോലി ചെയ്യാൻ ഇന്ത്യ ഉൾപ്പെടെ, അതായത് ഇന്ത്യയിലെ ഈ ഓഫീസേഴ്സായിട്ട് പോകുന്നവരാണെങ്കിലും അതേപോലെ തന്നെ ഗ്ലോബലായിട്ട് ഇൻക്ലൂഡിങ് അമേരിക്ക ഉൾപ്പെടെ ഈ രാജ്യങ്ങളിലൊന്നും പട്ടാളത്തിൽ ജോലി ആൾക്കാരെ കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് 2 ദിവസം മുമ്പ് ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞൊരു ഇന്ത്യക്കാരൻ അവിടെ പോയിട്ട് അവിടെ ഉണ്ടാക്കിയ അവിടുത്തെ ഇഷ്യൂവും തിലകിൻ്റെ പ്രശ്നവും പിന്നീട് അയാളെ അക്കോമഡേറ്റ് ചെയ്ത് വന്ന സാഹചര്യമൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം അതാണ് അതിൻ്റെ കാര്യം. അതായത് എല്ലാ രാജ്യങ്ങൾക്കും അവിടെ പട്ടാളത്തിൽ സേവനം എന്ന് പറയുന്നത് വലിയ സംഭവമായിരുന്നു. അതായത് ന്യൂ ജനറേഷൻ ജെൻസി അവർക്ക് പട്ടാളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല. അവരുടെ ലൈഫ് റിസ്ക് കൊടുക്കാൻ താല്പര്യമില്ല. അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട്. അവർക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.